1984 കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന കാസർഗോഡ് ജില്ല രൂപപ്പെടുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ 4 താലൂക്കുകളിലായി 38 പഞ്ചായത്തുകൾ. വെറും 1992 ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന തീരദേശവും മലനാടുമായിട്ടുള്ള ഭൂപ്രദേശം. ദക്ഷിണ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ഒരുപാട് പ്രത്യേകതകൾ ഉള്ള നാടാണ്. തുളു, കന്നഡ, ഉറുദു, കൊങ്കിണി, മറാത്തി, ബ്യാരി, മലയാളം എന്നിങ്ങനെ സപ്തഭാഷകളുടെ സംഗമഭൂമിയാണിവിടം. കൊപ്പാളനും ഗഡ്ഡിയും കൊറകനും ജോഗിയും അടങ്ങുന്ന 20-ൽ പരം ഗോത്രവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഭൂമി. 13 പുഴകളാണ് നാടിന്റെ ജലസമൃദ്ധിയായി ഒഴുകുന്നത്. കർണാടകയുടെ സംസ്കാരം പേറുന്ന കമ്പള മത്സരവും കോഴിപ്പോരും സാംസ്കാരിക വൈവിധ്യത്തിന്റെ മുഖമെഴുത്തായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. മുതിരയും മുത്താറിയും എള്ളും ചാമയും മലക്കറികളും നെല്ലും വാഴയും മധുരക്കിഴങ്ങും ഫലവൃക്ഷങ്ങളുമെല്ലാം നട്ടുവിളയിച്ച് മണ്ണു പൊന്നാക്കുന്ന കർഷക സമൃദ്ധിയുടെ കാസർഗോഡെന്നാണ് ഈ നാടറിയപ്പെടുന്നത്. എന്നാൽ 1970-കളുടെ മധ്യത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വരവോടെ ഈ നാടിന്റെ തലവിധി മാറിമറിയുകയാണ്. സ്വതന്ത്രരായി കൃഷി ചെയ്തും കാട്ടുചുള്ളി പെറുക്കിയും ചൂരൽ വെട്ടി കൊട്ടമെടഞ്ഞും ജീവിച്ചു പോന്ന കൊറകരടക്കമുള്ള ആദിവാസികളെ മലയിറക്കി കോളനികളിലേക്ക് നിർബന്ധപൂർവം കുടിയിരുത്തിയിട്ട് 11 പഞ്ചായത്തുകളിലായി പരന്നുകിടന്ന കുന്നിൻപുറങ്ങളെയും വനമേഖലകളെയും വെട്ടിത്തെളിച്ചെടുത്ത് 5000 ഹെക്ടർ ഭൂമിയോളം പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാവിൻ തോട്ടങ്ങളാക്കി മാറ്റി. കാസർഗോഡ് ജില്ലയുടെ മൂളിയാർ, പുല്ലൂർ, പെരിയ, എൻമകജെ പഞ്ചായത്തുകളിലും ചീമേനി, രാജപുരം ദേശങ്ങളിലുമായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുവണ്ടിത്തോട്ടം തഴച്ചു വളരാൻ തുടങ്ങി. ലാഭക്കൊതി മൂത്ത കോർപ്പറേഷൻ 1970-ന്റെ മധ്യകാലഘട്ടമായപ്പോഴേക്കും തോട്ടത്തിൽ കീടനാശിനി പ്രയോഗം തുടങ്ങി. ആദ്യം എൻട്രിൻ എന്ന താരതമ്യേന വിഷസാന്ദ്രത കുറഞ്ഞ കീടനാശിനിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സർക്കാരിന് കൂടുതൽ ആദായവും ലാഭവും മാത്രം ലക്ഷ്യമായപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപദേശപ്രകാരം മനുഷ്യജീവനെയും ആവാസ വ്യവസ്ഥയെയും പാടെ മറന്നുകൊണ്ട് സർവനാശത്തിന്റെ വിഷക്കാറ്റായി മാറിയ എൻഡോസൾഫാൻ എന്ന അതീവ വിഷസാന്ദ്രതയുള്ള കീടനാശിനി പ്രയോഗം ആരംഭിക്കുകയാണ്. കർഷകരുടെ വിളകളെ കീടങ്ങളിൽ നിന്നും വിള നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളിൽ നിന്നും രക്ഷിച്ചു നിർത്താൻ ഏറ്റവും ഗുണകരമായ കീടനാശിനി എൻഡോസൾഫാനാണെന്ന് ബോധവൽക്കരിച്ച് വ്യാപകമായ തോതിൽ അതിന്റെ പ്രയോഗം കൃഷിയിടങ്ങളിൽ നടത്താൻ സർക്കാരും സ്വകാര്യ കീടനാശിനി കോർപ്പറേറ്റ് കമ്പനികളും നന്നായി പ്രോത്സാഹിപ്പിച്ചു. കേന്ദ്ര, കേരള സർക്കാർ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കർഷകനെ മത്സരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കൊറോമണ്ഡൽ ഫെർട്ടിലൈസേഴ്സ്, എക്സൽ കോർപ്പറേഷൻ, JED പ്യാരി, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് എന്നീ ഭീമൻ കമ്പനികൾക്ക് പുറമെ 55ഓളം രണ്ടാം നിര കമ്പനികളും 200ഓളം ഫോർമുലേറ്റഡ് കമ്പനികളും ഇന്ത്യയിലുടനീളം എൻഡോസൾഫാൻ യഥേഷ്ടം ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിച്ച് ലാഭം കൊയ്തെടുത്തു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അനുഗ്രഹാശസ്സുകളോടെ കാസർകോട്ടെ പ്ലാന്റേഷനിൽ അച്യുതൻ മണിയും സുബയ്യനും യാതൊരു മുൻകരുതലുമില്ലാതെ യഥേഷ്ടം എൻഡോസൾഫാൻ കലക്കിയടിച്ചു വർഷങ്ങളോളം. ഒടുവിൽ ഈ മാരക വിഷം തന്നെ അവരെയും തുടച്ചു നീക്കി. പച്ച പുതഞ്ഞ കുട പോലെ 2-3 ആൾ ഉയരത്തിൽ നിൽക്കുന്ന കശുമാഞ്ചോട്ടിൽ നിന്ന് പരമാവധി 6 അടി ഉയരമുള്ള മനുഷ്യർ 4 അടി നീളത്തിലുള്ള പമ്പുപയോഗിച്ച് മരുന്ന് തളിച്ചാൽ എന്താവാനാണ്? കൂടുതൽ ഫലപ്രദമായ എൻഡോസൾഫാൻ തളിക്കലിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് കാസർകോട്ടെ ഒരു വിഭാഗം ജനങ്ങളുടെ കാതിലിന്നും ഭീതിയുടെ മുരൾച്ചയായി മാറിയിരിക്കുന്ന എൻഡോസൾഫാൻ വിഷലായനി മഴ വർഷിക്കാനെത്തിയ ഹെലികോപ്റ്ററിലാണ്. 1968 കീടനാശിനി നിയമമനുസരിച്ച് ഇൻസെക്ടിസൈഡ് ബോർഡിന്റെ നിബന്ധനകളെ കാറ്റിൽ പറത്തി ഈ യന്ത്രപക്ഷി യഥേഷ്ടം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിനു മുകളിൽ വട്ടമിട്ടു പറന്ന് എൻഡോസൾഫാൻ വിഷമഴ പെയ്യിച്ചിറക്കിക്കൊണ്ടേയിരുന്നു. എൻഡോസൾഫാൻ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്റ്റോക്ക്ഹോം അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ജനീവയിൽ ചേരും. എൻഡോസൾഫാൻ പൂച്ചിക്കൊല്ലി മരുந்தால் விவசாயிகள் கூலி தொழிலாளர்களுக்கு உடல்நல பாதிப்பு ஏற்பட்ட நிலையில் NDTV Sovi Vidyadharan traveled to Ground Zero, Kasaragod in Kerala, where hundreds are battling serious difficulties. Posing the ban on endosulfan at a global meet in Geneva next week. നാടും വീടും പുഴയും നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും കിണറും തൊടിയുമെല്ലാം ഈ വിഷമഴയിൽ മുങ്ങി. ഏകദേശം 23 വർഷത്തോളമാണ് ഹെലികോപ്റ്ററുകൾ ഹുങ്കാര ശബ്ദം മുഴക്കി ഇവിടെ വിഷമഴ പെയ്യിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും ഇവിടെയെന്നും മരിച്ചു ജീവിക്കുന്നു.
തിരിച്ചുപിടിക്കാനാവാത്ത വിധം ദുരന്തത്തിന്റെ നരകയാതനകൾ പേറി മനുഷ്യരെന്നും കാസർഗോഡൻ ഗ്രാമങ്ങളിൽ സർവം തകർന്നു ജീവിക്കുന്നു. 2001 മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ശ്രീ മധുരാജിന്റെ ചിത്രങ്ങളാണ് ഈ ദുരന്തത്തിന്റെ നേർക്കാഴ്ചകളെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ അതിജീവന കഥകളായി പുറം ലോകത്തെ അറിയിച്ചത്. മധുരാജ് പകർത്തിയ നാരായണന്റെ ഈ ചിത്രം കരളലിയിക്കുന്നതാണ്. അന്നത്തെ ആ കുഞ്ഞു നാരായണൻ ഇപ്പോൾ ഇവിടെയുണ്ട്. തീരാ ദുരന്തത്തിന്റെ സങ്കടപ്പാടുകളെ അതിജീവിക്കുവാൻ എൻമകജയിലെ എൻഡോസൾഫാൻ ബാധിതരായ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നവജീവന എന്ന സ്പെഷ്യൽ സ്കൂൾ കാരുണ്യത്തിന്റെ കൈത്താങ്ങായി നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ തന്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നതാണ്. ഏറെ സമരങ്ങൾക്ക് ശേഷം 2004 എൻഡോസൾഫാനിന്റെ ഉപയോഗം ഇവിടെ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടുവെങ്കിലും വെള്ളത്തിലും മണ്ണിലും രക്തത്തിലും എന്തിനു മുലപ്പാലിൽ പോലും ഈ മാരക വിഷത്തിന്റെ അംശങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇപ്പോഴും വൈകല്യങ്ങളോടുകൂടെ ഇവിടെ കുഞ്ഞുങ്ങൾ പിറന്നുകൊണ്ടേയിരിക്കുന്നു. ഒരേ വീട്ടിൽ 2-3 കുട്ടികൾ. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിരവധി സ്പെഷ്യൽ സ്കൂളുകൾ ഉണ്ടെന്നിരിക്കലും എൻഡോസൾഫാൻ തകർത്തെറിഞ്ഞ എൻമകജയിലെ നവജീവൻ സ്പെഷ്യൽ സ്കൂൾ ഏറെ വ്യത്യസ്തമാവുകയാണ്. വിനാശത്തിന്റെ ഈ മരുപ്രദേശത്ത് സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും കരുതലിന്റെയും പച്ചത്തുരുത്തായി നവജീവന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നൃത്തം വയ്ക്കുന്ന ലുബീനാമോളും പാടാനും സംസാരിക്കാനും തുടങ്ങിയ തൻസീഹും അൻവിതയും ഇർഫാനും തമീമും യഷിതയും വൈഷ്ണവിയുമൊക്കെ അതിജീവനത്തിന്റെ പോരാളികളാവുകയാണ്. ദുരന്തത്തിന്റെ കയ്പ് ആവോളം കണ്ടറിഞ്ഞ മാതാപിതാക്കന്മാരും അധ്യാപകരും നാട്ടുകാരും ഈ കുഞ്ഞുങ്ങൾക്ക് കാവലാളാകുമ്പോൾ പ്രതീക്ഷയോടെ ഇവിടെ ഒരു തലമുറ ജീവിതം തിരികെ പിടിക്കുവാനുള്ള ആശ്രാന്ത പരിശ്രമത്തിലാണ്. സ്നേഹിച്ചും കൂട്ടിരുന്നും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും എൻമകജയെ ചങ്കോട് ചേർത്ത് പിടിച്ച നോബർട്ടൈൻ സന്യാസ വൈദികരും
FCC സന്യാസിനി സഹോദരിമാരും ഏർപ്പെട്ടിരിക്കുന്ന കർമ്മപദത്തിനു മുമ്പിൽ ആദരവോടെ നമുക്ക് ശിരസ് നമിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ അല്ല തല നല്ല നേരെ വെച്ച് പറയണം. അന്നങ്ങനെ നിനക്ക് നേരെ ശ്വാസം കിട്ടും മുണ്ടാൻ. എല്ലാം ശ്വാസം കിട്ടാലോ മുണ്ടാൻ. ആ അത് ആ തല നേരെ വെക്ക് തമീമോ. ആ തല നേരെ വെച്ചിട്ട് ഇതാക്ക്. ആഞ്ചലാണ്. ഓക്കെ. ആ റെഡി സ്റ്റാർട്ട്. 1 2 ബ്രേക്കായി അവിടെ. തമീൻ്റെ ബ്രേക്കായി. നമുക്ക് ആന്ന് വേണ്ടത്. അല്ല അല്ല ടീച്ചർ 3 വരെ കൗണ്ട് ആക്കും. അതുവരെ ഓക്കെ. നോക്കിക്ക് ഇനി നോക്കുമ്പോൾ തമീമിന് കിട്ടും. ഗുഡ് ബൈ. 2 വരെ ആക്കി അറിഞ്ഞോ തമീമോ? പക്ഷെ ഭയങ്കര സ്ട്രെയിൻ എടുക്കണ്ട തമീമോ. ഒഴുകും പുഴയുടെ നീലത്തിലും അച്ഛനായി ബസ് കഴിഞ്ഞ